ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. എങ്ങോട്ട് ടേൺ ചെയ്യുമെന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാനൊരു സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. എൻ്റെ അച്ഛൻ ഒരു ആശാരി പണിക്കാരനാണ്. അവർ പറഞ്ഞത് നിനക്ക് നിന്റെ സ്വപ്നം എന്താണോ അതിൻ്റെ കൂടെ ഞങ്ങളുണ്ടതാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നിങ്ങളിൽ തന്നെയുള്ള ഒരാളെയാണ്. +1 +2 സൈലത്തോടൊപ്പം ഇരുന്ന് പഠിച്ചതിന് ശേഷം JEE ഓഫ്ലൈൻ ക്യാമ്പസിൽ അഡ്മിഷനും എടുത്ത് JEE മെയിനും JEE അഡ്വാൻസും ഒറ്റ വർഷം കൊണ്ട് മാത്രം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് ക്രാക്ക് ചെയ്ത് ഇപ്പോൾ IIT മദ്രാസിൽ ഇരുന്ന് പഠിക്കുന്ന ആകാശ് പി. ആകാശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 100 നാവാണ്. കാരണം ആകാശിനെ ഞാൻ 10ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ ഞാൻ അവന് ഫിസിക്സും കെമിസ്ട്രി മാത്സുമാണ് എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നത്. മാത്സ് ഞാൻ ഒരുപാട് ട്രിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് മനസ്സിലാക്കുകയും അതിനേക്കാൾ കുറേ ട്രിക്സ് ഇങ്ങോട്ടും പറഞ്ഞു തരുന്ന ഒരാളായിരുന്നു ആകാശ്. അപ്പോൾ തന്നെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് അവൻ എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. ആകാശ് +2 പഠിക്കുന്ന സമയത്താണ് ഞാൻ സൈലത്തിലോട്ട് പോകുന്നത്. ഞാൻ പോകുന്ന സമയത്ത് ആകാശിനെയും കൂടെ കൂട്ടിയിരുന്നു. ബാക്കി കഥ ആകാശിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഹായ്, എൻ്റെ പേര് ആകാശ്. പാലക്കാട് ജില്ലയിലെ തത്തമംഗലം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ IIT മദ്രാസിൽ ഞാൻ അങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള എൻ്റെ സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിറ്റൂരാണ്. ഞാനും നമ്മുടെ മാധവ് സാറും എല്ലാം ഇവിടെ തന്നെയായിരുന്നു പാസ് ഔട്ടായത്. ഞാൻ പഠിക്കുന്ന ഒരു സമയം പറയുമ്പോൾ കൊറോണ കാലമായിരുന്നു. ആ സമയത്ത് സൈലം അവരുടെ ക്ലാസ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാധവ് സാർ മുഖേന എനിക്കും ആ ഒരു ക്ലാസ്സസ് കിട്ടിയിരുന്നു. അങ്ങനെ ഞാൻ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൈലത്തിൻ്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ്സാണ്. സ്വാഭാവികമായിട്ടും എനിക്കും നല്ല മാർക്കോടെ +2 പാസ്സാകാൻ സാധിച്ചു. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ പലരും പറയാറുണ്ടായിരുന്നു ഇതാണ് നിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന്. അതുപോലെ +1 +2 എത്തിയപ്പോഴും പലരും പറയാറുണ്ടായിരുന്നു ഇതാണ് നിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന്. ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. എങ്ങോട്ട് ടേൺ ചെയ്യുമെന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. യാദർശികമായിട്ടാണ് സൈലത്തിൻ്റെ തന്നെ ചാനലിലെ ഇക്ബാൽ സാറിൻ്റെ ഡ്രീം ടു IIT എന്ന വീഡിയോ കാണാനിടയായത്. അപ്പോഴാണ് IIT എന്ന സ്വപ്നം ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നത്. അങ്ങനെ ഞാൻ IITനെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് IIT എന്നത് അല്ലെങ്കിൽ JEE അഡ്വാൻസ് എന്നത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കഷ്ടമുള്ള ഒരു എക്സാമാണ്. കൂടാതെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് 8th അല്ലെങ്കിൽ 9th തന്നെ ഇതിനുവേണ്ടി കോച്ചിങ് അല്ലെ ഫൗണ്ടേഷൻ പോകുന്നുണ്ട്. കൂടാതെ മോസ്റ്റ്ലി ഇതെല്ലാം എഴുതുന്നത് CBSE ICSE സ്റ്റുഡൻസ് ആണ്. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനൊരു സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. എൻ്റെ അച്ഛൻ ഒരു ആശാരി പണിക്കാരനാണ്. അപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റുമോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് ഈ കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ വീട്ടുകാരുടെ മറുപടി എന്നെ നെട്ടിക്കുക ചെയ്തത്. അവർ പറഞ്ഞത് നിനക്ക് നിൻ്റെ സ്വപ്നം എന്താണോ അതിൻ്റെ കൂടെ ഞങ്ങളുണ്ടതാണ്. അങ്ങനെ ഞാൻ JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. സൈലത്തിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നപ്പോൾ JEE മെയിൻസും JEE അഡ്വാൻസും ക്രാക്ക് ചെയ്ത് ഇപ്പോൾ IIT മദ്രാസിൽ ജോയിൻ ചെയ്തിപ്പോൾ 6 മാസമായിരുന്നു. ഞാൻ IIT സ്വപ്നം കാണാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്നതാണ്. പിന്നെ ക്യാമ്പസ് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ. നമ്മൾക്ക് ക്യാമ്പസിൽ തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് യാതൊരു കാരണവശാലും ക്യാമ്പസിൻ്റെ പുറത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ക്യാമ്പസിനുള്ളിൽ തന്നെ ഹോസ്പിറ്റൽ മുതൽ തിയേറ്റർ വരെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റേ ചെയ്യുന്നത് മന്ദാകിനി ഹോസ്റ്റലിലാണ്. മന്ദാകിനി ഹോസ്റ്റലിലെ ഓരോ 2 ഫ്ലോറിലും ജിം ഫെസിലിറ്റീസ്, അതുപോലെ ബാഡ്മിൻ്റൺ ഫെസിലിറ്റീസ്, അതുപോലെ റീഡിങ് ഫെസിലിറ്റീസ്, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇതെല്ലാം തികച്ചും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആണ്. പിന്നെ പറയാനുള്ളത് അവിടുത്തെ സ്റ്റഡീസിൻ്റെ കാര്യം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ +2 വരെ പഠിച്ച പോലെ ഒരു സ്പൂൺ ഫീഡിങ് സിസ്റ്റം ആയിരിക്കില്ല. നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് അങ്ങനെ പഠിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് അതോടൊപ്പം ഒരു റിസർച്ച് സ്കില്ല് കൂടെ ഡെവലപ്പായി വരും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് IITയിലുള്ള ജോലി സാധ്യതയെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ നമ്മളൊരു ഫൈനൽ ഇയർ എത്തുന്നതോറും നമ്മൾ ഒരു ആൻസൈറ്റി ലെവൽ, ഒരു സ്ട്രെസ് ലെവൽ കൂടിക്കൊണ്ടിരിക്കും. കാരണം ജോലി കിട്ടുമെന്നുള്ള ഒരു ഡൗട്ട്. അതാണ് നമ്മൾ IIT പഠിക്കുമ്പോൾ നമ്മളൊരു ആവറേജായി പഠിച്ചാൽ തന്നെ നമുക്ക് ജോലി കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ അതോടൊപ്പം സൈലത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ഏതൊരു വിദ്യാർത്ഥിക്കും നേടാൻ പറ്റുന്ന ഒരു ഡ്രീം തന്നെയാണ് IIT എന്നത്. അതിന് ഉദാഹരണമാണ് ഞാൻ.